ഹലോ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നെയ്യാറ്റിൻകരയാണ്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അത് ഒരു 3.5 സെൻറ്റ് പുരയിടത്തിൽ ഒരു വീട് വെച്ചിട്ടുണ്ട്. നമുക്കത് ജസ്റ്റ് ഒന്ന് കാണാം. എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. ആ 3.5 സെൻറ്റ് പുരയിടത്തിൽ ഒരു നല്ല ഭംഗിയായ ഒരു വീട് വെച്ചു. എന്നിട്ട് അവിടെ ചെടി വെക്കാനുള്ള സ്ഥലം, ചെറിയ കൃഷി സ്ഥലം, അങ്ങനെ എല്ലാ സെറ്റപ്പോടും കൂടി ഒരു കൊച്ചു വീട്. 2 നിലയാണ്. ആകെ 3 മുറിയാണ് അതിനുള്ളത്. വിശാലമായ മുറി, നല്ല ചെറിയൊരു പോർട്ടിക്കോ. ഇത് ഹാളാണ്. ഓപ്പൺ അടുക്കള, നല്ല ഭംഗിയായുള്ള അടുക്കള. ഇത് മേലത്തെ വേറൊരു മുറി, നല്ല ഭംഗിയായ ഒരു ചെറിയ മുറി ഒരുക്കിയിരിക്കുന്നു. ഇവിടെ ഒരു വാഷിംഗ് റൂമുണ്ട്, നല്ല ഭംഗിയായിട്ട് അത് വെച്ചിരിക്കുന്നു. ഇത് മെയിൻ റൂം. നല്ല ഭംഗിയായി തീർത്തിരിക്കുന്നു. ഇവിടെ എനിക്ക് ഒരു പ്രത്യേകത തോന്നിയത്, ഇവിടെ ആര് മരിച്ചാലും അവിടെ തന്നെയാണ്, അവരുടെ പുരയിടത്തിൽ തന്നെ അടക്കുന്നത്. അതായത് ഇവിടെ വീടിനടുത്ത് ഒരു ശവക്കല്ലറ കാണാം. ഒന്നല്ല, എനിക്ക് 4-5 എണ്ണം ഉണ്ട് ഇങ്ങനെ അടുപ്പിച്ച്. ഇത്രയും ഭാഗം ശവക്കല്ലറയാണ്. ഇവിടെ എല്ലാ വീടുകളിലും, വീടിൻ്റെ മുറ്റത്തും. അതുപോലെ തന്നെ ഞാനിവിടെ അറിഞ്ഞത്, ഒരു വീട്ടിലെ കൊച്ചു കുഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ അവരെ വീടിൻ്റെ അകത്താണ് അടക്കുന്നത്. അവരുടെ മരിച്ച ദിവസം, ജനന ദിവസമൊക്കെ വരുമ്പോൾ അവിടെ ക്ലീൻ ചെയ്ത് അവർ മെഴുകുതിരിയൊക്കെ കത്തിക്കാറുണ്ട് എല്ലാ വീട്ടിലും. എനിക്കത് വലിയ അത്ഭുതമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ആ ഭാഗങ്ങളൊക്കെ ഇങ്ങനെയൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല. അതിങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ ശവ കുടീരങ്ങൾ എല്ലാ വീടിൻ്റെയും ആകെ 3 സെൻറ്റ് 4 സെൻറ്റും ഒക്കെ ഉള്ളൂ. അവരൊക്കെ മുറ്റത്തൊക്കെ പലരും അടക്കിയിട്ടുണ്ട്. ഈ വീടിനോട് ചേർന്നാണ്. ആർക്കും ഒരു പേടിയില്ല. അതെനിക്ക് വലിയൊരു അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. നല്ല മനോഹരമായൊരു വീട് നമുക്ക് കാണാനറിയാം. പ്രത്യേകിച്ച് ഈ ഒരു ശവക്കല്ലറ എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേകതയായിരുന്നു. അതിഭയങ്കരമായ നല്ല മനോഹരമായ 3.20 അത്രേ ഉള്ളൂ. അത്രയിലൊരു വീട് നമുക്ക് കാണാൻ കഴിയും. വളരെ മനോഹരമാണ്. ഇങ്ങനെയുള്ള വീടുകളിൽ നമുക്ക് മനോഹരമാക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഇനി കാണുന്നതും വരെ ഗുഡ് ബൈ.